തുടങ്ങാം. ഓക്കെ, വെൽക്കം ടു IFC. പറഞ്ഞോ എന്നോടാണ് തന്നെ നിങ്ങൾ പറ. ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. ഇത് കുറച്ച് സ്പീഡിൽ പറ, ഭയങ്കര ലാഗാണെന്നാ പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് സരിപോത ശനിവാരം നാനിയുടെ തെലുങ്ക് പടത്തിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ. ഞാൻ ഈ പ്രിയങ്ക ആക്ച്വലി അത് പാനറ്റി പടം, അതായത് മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, എല്ലായിടത്തിലും ഉണ്ട്. ఓకే, DVV ఎంటర్టైన్మెంట్ లా పవర్ కண்டేగా. నా సహనం నశించింది, నా కన్నీళ్ళు ఇంకిపోయాయి. అందుకే మనందరి తరపున భయాన్ని దాటి సూపర్ హీరో ఒక అడుగు ముందుకేద్దాం అనుకుంటున్నా. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മാവേരി ഓർമ്മ. సార్ సిఏ గారు ఎప్పుడు వస్తారు? ఒక్కసారి ఆయన చూసామనుకో సార్ ఏమైంది సార్? ఇంకెప్పుడు సారല്ലേ టాయిలెట్స్ ఎక్కడ ఉన్నాయో నన్ను అడుగుతున్నాడు సుధావిడు. సెల్ ఓపెన్ చేయి. భయంకర ఫన్. ఏం చేశాడని సార్ మరి అలా కొడుతున్నారు? సూకులపాలెం సంఘభావ అక్కడ పుట్టడమే వీళ్ళు చేసిన తప్పు. കുറച്ച് സെലക്റ്റീവ് ആണ്. దీనికి సొల్యూషన్ ఏం లేదా సార్? సొల్యూషన్ మీకు యముడు చిత్రగుప్తుడు గురించి తెలిసే ఉంటుంది. వాళ్ళిద్దరూ స్ప్లిట్ పర్సనాలిటీలా ఒక్కడిలోనే ఉంటే వాడే మా వాడమ్మా. నార్మల్గా నా అనుకునే వాళ్ళకి ఏమైనా జరిగితే మన కోపం వస్తుంది. నాకు కోపం వచ్చింది, కానీ మా వాడికి వాడి కోపాన్ని బట్టి నాకు కోపం వచ్చిందంటే వీడు నావాడు. ఇది నా సమస్య. ఇన్స్పెక్టర్ దయా అంటే ఎవరు? వాడు పెద్ద సైకో ఆడు బాబాయ్, వాడి గురించి ఇప్పుడు ఎందుకు? ఈ పిచ్చి నా కొడుకు ఆడి పేరు రాసుకున్నాడు రా. ఒక్కసారి ఆ పేరు రౌండ్ చేసుకున్నాడు అంటే వాళ్ళంతు చూడడానికి ఎంత దూరమైనా వెళ్తాడు, ఎలాగైనా వెళ్తాడు. వాడెవడో శనివారమే కొడుతున్నాడు అంటే వాడు ఆదివారం కొట్టడా? నాకు వాడు కావాలి. ఎవడ్రా సూర్య? సూర్య ശനിയാഴ്ച മാത്രമേ ഇടിക്കുന്നുള്ളൂ അല്ലേ? ఇప్పటిదాకా వాడి రెండు కళ్ళే చూశారు, మూడో కన్ను చూశారు. శివతాండవమే. ఏదో ఒకటి చేయాలి, ఏదో ఒకటి చేయాలి. പക്ഷെ ഭയങ്കര രസമായിട്ടാണ് വൃത്തിയുള്ളൊരു ഒരുപാട് അല്ലല്ല മീൻസ് ക്വാളിറ്റി, ഭയങ്കര ക്വാളിറ്റി. സൂര്യ സാറ്റർഡേ അത് മലയാളത്തിൽ ആണ് ഇട്ടത്. ഇതാണ് സരിപ്പോത്താം ശനിവാരം എന്ന് വെച്ചാൽ അങ്ങനെയാണ് തോന്നുന്നത്. സരിപ്പോത്താം ശനിവാരം పోతారు. അത് ആക്ച്വലി ശനിയാഴ്ചകളെല്ലാം ശരിയാവും, അതാണ് മനസ്സിലായി. ഇതേതോ ഇത് ഉറപ്പാണോ? കൈമാട്ടക്കാരൻ പറയുന്നുണ്ടല്ലോ. ഇല്ല ഒറിജിനൽ ആയത് നമ്മൾ അതിനകത്ത് അല്ല, അതിന്റെ അർത്ഥം വെച്ചിട്ട് അങ്ങനെയാണല്ലോ ആക്ച്വലി. കഴിഞ്ഞ ശനിപ്പോതാ ശനിവാരം, ശനിയാഴ്ച എല്ലാം ശരിയാവും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ശനിയുടെ അതിനകത്ത് ഇവന്റെ ക്യാരക്ടർ നെയിമാണ് സൂര്യ. അപ്പൊ അത് ബാക്കി എല്ലാ ഭാഷയിലും സൂര്യയുടെ ശനിയാഴ്ച, ഞായറാഴ്ച, സാറ്റർഡേ. ഞാൻ ഈ പടത്തെ പറ്റി ഇതിനു മുമ്പ് ഒരു സംഭവം അറിഞ്ഞിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട്, അത് ഞങ്ങൾക്ക് ആർക്കും അറിയണ്ട. ഞാനത് പറയും. എൻ്റെ ഒരു സുഹൃത്ത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു നടൻ, പുള്ളിക്ക് ഞാനൊരു കഥ പിച്ച് ചെയ്തപ്പോൾ ആ കഥ കേട്ട് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞ് ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പടത്തിൻ്റെ 1 ലൈൻ എനിക്ക് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ട്രെയിലർ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ കാണാമെന്ന് വിചാരിച്ച്. കാരണം ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ കഥയ്ക്ക് സമാനതയുണ്ട്. ഈ സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം സമാനതയുണ്ടത്. അവനെൻ്റെ കഥ കേട്ട് അവനോട് പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എത്രത്തോളം സിമിലർ ആണെന്ന് തോന്നി. ഇല്ല, നിൻ്റെ കഥ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണിതെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള ലൈനാണ്. ഇല്ലെങ്കിൽ നമ്മളത് വിട്ടിട്ട് പുതിയ കഥ പിടിക്കേണ്ടി വരും. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര രസമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് കാണാൻ.
ഞാനീ പൊതുവെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി ഞാനിവിടെ പടം എല്ലാം കാണാൻ ഭയങ്കര ഇല്ല ഈ പടത്തിന്റെ ഡയറക്ടർ വിവേക് ആത്രയ ആരെന്നറിയോ? പുള്ളിയുടെ മറ്റേ ആഹാ സുന്ദരാനി. പക്ഷെ ആ പടം തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ആ സിനിമ അറിയപ്പെട്ടത് നല്ല വൃത്തിയായിട്ട് ഭയങ്കര ഡീസെന്റ് ആയിട്ട് അവിടെ നസ്രിയ എന്ന പടം അതിൽ പാട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. അതെ ഇതിലും മ്യൂസിക് ഒക്കെ അത്യാവശ്യം നല്ല ഇതാണെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ടായിരുന്നു. DOP ഇതിന്റെ ക്യാമറ വർക്ക് നല്ല രസമുണ്ടായിരുന്നു. DOP നോക്കിയില്ല. ലുക്ക് ആൻഡ് ഫീലിൽ മറ്റേ മാവീരന്റെ ഒരു മാവീരന്റെ ഛായ ഉണ്ട്. എസ്പെഷ്യലി ഈ മറ്റേ ആ ഒരു ചിത്രം വരയ്ക്കുന്നതിന്റെ അതിന്റെ ഒക്കെ ഒരു ലൈനിൽ കുറച്ച് ഹീറോ എസ്റ്റാബ്ലിഷിംഗ് ഒരു വിജിലാൻറ്റിസം. അതിനെ മറ്റൊരു രീതിയിൽ ശനിയാഴ്ച മാത്രം വരുന്ന വിജിലാൻറ്റി. അതായത് ഞായർ മുതൽ വെള്ളി വരെ ഈ ബുക്ക് മനുഷ്യനായിരിക്കും. ഞായർ മുതൽ വെള്ളി വരെ പുള്ളി ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും. ഞങ്ങളെപ്പോലെ. എന്നിട്ട് ശനിയാഴ്ച പുള്ളി എക്സ്ട്രോവേർട്ട് ആവും. പിന്നെ ഇടി വാരിക്കൂട്ടി ഇടി, അതാ പരിപാടി. അതെ, സിനിമയിലുള്ള ഇൻട്രോവേർട്സ്. പക്ഷേ അത് രസം വെച്ചാൽ വലിയ ഗാങ്സ്റ്റർ ഒന്നുമല്ല, വലിയ ഒരു സാധനം. അതും വരുന്ന പോലീസ് അത് രസമുള്ള സംഭവമായിരിക്കും. എസ് കാണും ഇപ്പൊ ഒരു ചെറിയ ചിരി വരും പുള്ളിയുടെ. അല്ല ചേട്ടാ, പുള്ളിയെ നമ്മൾ പ്ലേസ് ചെയ്യാൻ തന്നെ പുള്ളിയെ കാണുമ്പോൾ നമുക്ക് ചിരി തോന്നിക്കണം. പുള്ളിയെ കണ്ട് ചിരിച്ചാൽ ഓക്കെ. കാരണം പുള്ളിയുടെ ആ ഒരു ഫൺ, പുള്ളി എത്ര കൂടുതൽ വില്ലനായാലും പുള്ളിയുടെ ഫണ്ണോട് വർക്കായാൽ മാത്രമേ ഇപ്പം മിക്ക പടങ്ങളും വർക്കാവുന്നു. നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എസ്പെഷ്യലി റായൻ കണ്ടപ്പോൾ പോലും എനിക്ക് റായനിൽ പോലും കുറച്ച് ഞാൻ ആ തുടക്കം കണ്ട വിചാരിച്ചപ്പോൾ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വില്ലനായിരിക്കും. പക്ഷേ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും SJ സൂര്യയുടെ ആ ഒരു ഹ്യൂമർ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ട്രെയിലർ തന്നെ ഉണ്ടല്ലോ, പുള്ളിയെ നമുക്ക് പുള്ളി അത്ര കലിച്ച് കണ്ടാലും നമുക്ക് ശരി വരും. എനിക്കൊന്നും അവരുടെ ബേസിക് ഐഡിയ തന്നെ ആയിരിക്കും. അങ്ങനെ ആക്ച്വലി പുള്ളി അടിച്ചായിരുന്നു പുള്ളിക്ക് അറിയത്തില്ല. ഇവനാണ് പുള്ളി അടിക്കുന്നത്, അത് കണ്ടുപിടിക്കുന്ന പരിപാടി. അതാണ് മറ്റേ മുഖത്തൊരു പാടക്കേട് വരുന്നുണ്ടല്ലോ, ട്രെയിലർ തന്നെ കാട്ടില്ല. അതാണ് ഇവനെയും ഇതൊക്കെ കെട്ടിക്കൊണ്ട് ഫേസ് കെട്ടി അമർച്ചല്ലോ അപ്പോൾ പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്ക് ഇവനെ കണ്ടുപിടിക്കണം ആരാണ് പുള്ളി അടിച്ചെന്നുള്ള സാധനം. ശനിയാഴ്ച ആരാ പുള്ളി അടിച്ചത്, അതാണ് ബാക്കി സംഭവം തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ കിട്ടിയെന്ന കിടക്ക് പറയുന്നുണ്ട്. പ്രിയങ്ക ഇപ്പോൾ കുറച്ച് നല്ല വലിയ പടങ്ങൾ, പക്ഷെ അതൊക്കെ ചേരാത്ത റോളല്ല. ഇപ്പം ഒന്നാമത്തെ കാര്യം മറ്റേ ക്യാപ്റ്റൻ മില്ലർ എടുത്ത് നോക്കിയാൽ പോലും ഒരു ക്യാരക്ടർ വെച്ച് നല്ല സാധനം എടുത്തേക്കുന്നത്. പക്ഷെ അത് അവളെ പോലെ ഒരു ക്യൂട്ടായിട്ട് അഭിനയിച്ചൊരു ക്യാരക്ടറെ വെച്ചിട്ട് കുറച്ച് ശ്രമമാണ്. പക്ഷെ ഒരു സെലക്റ്റീവ് എടുക്കുന്നു. അതങ്ങോട്ട് അതൊരു എനിക്ക് തോന്നുന്നു 15 അല്ല ശരിയാവും. കുറെ പടത്തിൽ അത് നന്നായി വരുമായിരിക്കും. അതെ ഇനി നന്നായില്ലെങ്കിൽ പിന്നെ നോക്കണ്ട. ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുക. നന്നായി വരും. പ്രിയങ്ക അരുൾ മോഹൻ വരെ ഇവിടെ നിന്ന് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുമാർക്കില്ല. കാണുന്നുണ്ടല്ലോ എല്ലാവരും കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ ഇത് ഈ വീഡിയോ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ എന്തിനും തെലുങ്കിൽ ആന്ധ്രയില് ഇത് നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു. അവരത് ആന്ധ്ര വിത്തൗട്ട് സബ് ടൈറ്റിൽ അവിടെ കിടന്ന് കണ്ടിട്ട് നാളെ നേരെ നമ്മളെ വിളിച്ച് പുതിയ പടത്തെ വെച്ച് നല്ല കാര്യം. ഈ ലൊക്കാലിറ്റി പോകുന്നില്ല ഈ വീഡിയോ. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഈ സിനിമ ഡെഫിനറ്റ്ലി ഇത് ഈ മാസം റിലീസ് തോന്നും അല്ലേ? ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. നെക്സ്റ്റ് വീക്ക് അതിൻ്റെ അടുത്ത വീക്ക് എന്തോ ആണോ? ഓഗസ്റ്റ് തന്നെ, ഈ മാസം തന്നെ. അപ്പോൾ ഈ മാസം ഇനി പടം ഉണ്ടല്ലോ വേറെ. അവിടുത്തെ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് തിയേറ്ററിൽ കാണാം. പക്ഷേ ഇവിടെ റിലീസ് കാണാൻ ചാൻസ് കുറവായിരിക്കും. മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിലീസ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കൊച്ചിയിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കൊച്ചിയിൽ പോയി കാണുന്നതായിരിക്കും.